ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും വേൾഡ് ഓഫ് എസ്സേ സ്പീച്ചിലേക്ക് സ്വാഗതം. കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ച് പറയാൻ പറ്റുന്ന ഒരു റിപ്പബ്ലിക് ദിന പ്രസംഗമാണ് വീഡിയോയിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. മാന്യ സദസ്സിന് നമസ്കാരം. ഇന്ന് ജനുവരി 26. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇന്ന് 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമോന്നത റിപ്പബ്ലിക് രാജ്യമായതിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നേ ദിവസം തന്നെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടതും. ഒരു രാഷ്ട്രഭരണത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളുടെ സംഹിതയാണ് ഭരണഘടന. ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ ഭരണഘടന അടിസ്ഥാനമാക്കി ഭരണം നടത്തുന്നതാണ് റിപ്പബ്ലിക്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടും 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാനും അനുസരിച്ച് ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. മറ്റ് ജനാധിപത്യ രാജ്യങ്ങളിലെ ഭരണഘടനകൾ പഠിച്ച് കൊള്ളേണ്ടത് കൊണ്ടും തള്ളേണ്ടത് തള്ളിയുമാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. രാജ്യത്തെ അടിസ്ഥാന രാഷ്ട്രീയ തത്വങ്ങളുടെ നിർവചനം, സർക്കാർ സംവിധാനത്തിൻ്റെ ഘടന, അധികാരങ്ങൾ, നടപടിക്രമങ്ങൾ, കർത്തവ്യങ്ങൾ, പൗരൻ്റെ മൗലികാവകാശങ്ങളും കടമകളും തുടങ്ങിയവ ഭരണഘടന പ്രദാനം ചെയ്യുന്നു. പരമാധികാര രാഷ്ട്രങ്ങളിലെ ലിഖിത ഭരണഘടനകളിൽ വെച്ച് ഏറ്റവും വലുതും സമഗ്രവുമാണ് ഇന്ത്യയുടെ ഭരണഘടന. കാലത്തിനനുസരിച്ച് അവസരോചിതമായ തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും നടത്തി ഇപ്പോഴും നമ്മുടെ ഭരണഘടന വളർന്നുകൊണ്ടിരിക്കുകയാണ്. ജാതി മത ലിംഗഭേദമില്ലാതെ രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യനീതി ഉറപ്പാക്കുന്ന നമ്മുടെ ഭരണഘടനയെ ബഹുമാനിക്കേണ്ടതിൻ്റെയും സംരക്ഷിക്കേണ്ടതിൻ്റെയും ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഓരോ റിപ്പബ്ലിക് ദിനവും കടന്നുപോകുന്നത്. നമ്മുടെ രാജ്യത്തെ ഒരു മികച്ച ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാക്കി ഉയർത്താൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നമ്മുടെ ഭരണഘടനാ ശില്പികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. വന്ദേ മാതരം.